ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ നമ്മൾ പഴയ ആൾക്കാർക്ക് അറിയാം, നമ്മളെ പഴയ സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ പഴയ ഫാമിലിക്കൊക്കെ അറിയാം. നമ്മൾ ട്രേഡിങ് തുടങ്ങിയ കാലത്ത് നമ്മൾ വീക്കിലി അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടാറുണ്ടായിരുന്നു. വീക്കിലി നമ്മൾ ഇടാറുണ്ടായിരുന്നു. സോ അത് പിന്നെ നമ്മൾ കുറച്ച് തിരക്കായപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ വീക്കിലി അപ്ഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ കുറച്ച് കറൻസീസ് എടുത്തിട്ട് കുറച്ച് കമ്മോഡിറ്റി എടുക്കും. ഞാനിവിടെ 4 കറൻസിയും 2 കമ്മോഡിറ്റിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഈ 6 എണ്ണം കൂടി ചേർന്ന് നമ്മൾ ഇതിലെ ഓരോ കറൻസിൻ്റെയും ട്രെൻഡ്, അതേപോലെ തന്നെ ട്രേഡ്സ്, അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഷിഫ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ടോ, FEGs OB ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഓക്കെ, സോ ഇത് ന്യൂലി ട്രേഡ് ചെയ്യുന്ന ബിഗിനേഴ്സിനും ന്യൂ കമേഴ്സിനും ഒക്കെ, അതായത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. സോ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രെൻഡ് അനലൈസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ ഇടയ്ക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും. സോ നമ്മളിവിടെ 4 കറൻസീസും 2 കമ്മോഡിറ്റിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഒട്ടും വൈകിക്കുന്നില്ല, നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് തന്നെ പോവാം. സോ നമ്മൾ ഫസ്റ്റ് തന്നെ AUD USDയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. AUD USDയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും, നമ്മൾ വെള്ളിയാഴ്ച നിർത്തിയെടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ വെള്ളിയാഴ്ച ഞാൻ കറക്റ്റായിട്ട് ഗ്രൂപ്പിലും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഈ വഴിക്കാണ് പോണത്, നമ്മൾക്കിവിടെ ട്രേഡ് ഉണ്ട്, ഇത് വേണമെങ്കിൽ ഇട്ടോളി. സോ എല്ലാം ഇതാക്കിയിരുന്നു. സോ അന്ന് തന്നെ നമ്മൾ പറയുകയും ചെയ്തു. സോ വീക്കെൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമില്ല. നമ്മളെന്ത് ചെയ്തു, ഈ ഒരു റേഞ്ച് എത്തിയപ്പോൾ നമ്മൾ $1.5 ഈ മാർക്കറ്റ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഓക്കെ, സോ അതിനുശേഷം മാർക്കറ്റ് പിന്നെ ഇറങ്ങി, അതേപോലെ തന്നെ കയറും ചെയ്തു. അതിൻ്റെ നമ്മൾ ക്ലോസ് ചെയ്തതിൻ്റെ മേലെ എത്തി. ഇപ്പോൾ എന്തെന്നാലും നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ പോവാണ്. സോ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഡൗൺ സൈഡ് ഇറങ്ങി വരുന്ന ഒരു ടൈമിലാണ് മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കുറച്ച് ഷിഫ്റ്റും കാര്യങ്ങളും കിട്ടി. സോ ഷിഫ്റ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ട്രക്ചർ കണ്ടോ, ഈ ഒരു സ്ട്രക്ചർ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ലോവർ ഹൈ ഇതാണ്. സോ ഈ ലോവർ ഹൈ ബ്രേക്ക് ആകുമ്പോൾ ഇതുണ്ടോ, ഇവിടെ ബ്രേക്കായി, ഇത് ബ്രേക്ക് ആയപ്പോൾ ഇത് അപ് ട്രെൻഡായി മാറി, 1 അവറിൽ അപ് ട്രെൻഡായി മാറി. ഓക്കെ, 1 അവറിൽ അപ് ട്രെൻഡ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, OB മാർക്ക് ചെയ്തു. OB ഏതാണ്, ഈ ഒരു വൈറ്റ് ക്യാൻഡിലാണ് OB. നിങ്ങളിൽ അത് ക്യാൻഡിലിൻ്റെ കളറ് ചിലപ്പോൾ റെഡ് ആയിരിക്കും, റെഡാണ് ഇത്. സോ ഞാൻ ക്യാൻഡിലിൻ്റെ കളറ് മാറ്റിയതാണ്. ക്യാൻഡിലിൻ്റെ കളറ് മാറ്റിയത് എങ്ങനെയാണ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ക്യാൻഡിലിൻ്റെ കളറ് മാറ്റി, അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ OB, ഈ ഒരു ഫുൾ ക്യാൻഡിലാണ് നമ്മുടെ OB എന്ന് പറയുന്നത്. സോ ഞാനത് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. സോ OB നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ഞാൻ OB മൊത്തത്തിൽ അങ്ങോട്ട് മാർക്ക് ചെയ്തു, കണ്ടില്ലേ, OB മൊത്തത്തിൽ മാർക്ക് ചെയ്തു. OBയിൽ എത്ര പ്രാവശ്യം വന്ന് തട്ടിയിട്ടുണ്ട്, 1 2 3 പ്രാവശ്യം OBയിൽ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് രോഹിത്തെ നീ ഇവിടെ വെച്ചത് നിൻ്റെ SL, ഇവിടെ വെക്കാതെ നിൻ്റെ SL എന്തുകൊണ്ട് ഇവിടെ വെച്ചത് എന്നുള്ളത് ഇപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം റീടെസ്റ്റ് തന്നിട്ട് മാർക്കറ്റ് മേളിലോട്ട് പോയി. ഓക്കെ, സോ മേളിലോട്ട് പോയപ്പോൾ ഇവിടെ എന്തോ ഒരു റിജക്ഷനുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഓക്കെ, മാർക്കറ്റിൽ എന്തുകൊണ്ടോ ഇവിടെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ റിജക്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ മാർക്കറ്റിൽ ഇവിടെയാണ് എൻ്റെ SL വെച്ചത്. സോ നമ്മൾ റിജക്റ്റ് ചെയ്ത സ്ഥലത്ത്, അതായത് റീടെസ്റ്റ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് SL വെക്കാം, അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലും വെക്കാം, അതായത് ഈ ഒരു ഇതിൻ്റെ അടിയിലും വെക്കാം. സോ ഞാൻ റീടെസ്റ്റിൻ്റെ അവിടെ വെച്ചു. കറക്റ്റ് മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പിൽ റീടെസ്റ്റിൻ്റെ അവിടെ വന്ന് ടച്ച് ചെയ്തു, മാർക്കറ്റ് ഷിഫ്റ്റായി, മാർക്കറ്റ് അപ്പ് സൈഡ് തന്നെ പോയി. കണ്ടോ, ആ ഒരു ഷിഫ്റ്റായി, ആ ഒരു റിജക്ഷൻ നടന്ന സ്ഥലത്ത് വീണ്ടും റിജക്ഷൻ നടന്നിട്ട് മാർക്കറ്റ് മേളിലോട്ട് പോയി. സോ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, കാരണം അവിടെ ചിലപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ അവിടെ നമുക്ക് മാർക്കറ്റ് ഷിഫ്റ്റായി, മാർക്കറ്റ് വീണ്ടും മേളിലോട്ട് തന്നെ പോയി. സോ നമ്മളിപ്പോൾ ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളെന്താണ്, അതിൻ്റെ സംഭവങ്ങൾ നമ്മളിപ്പോൾ നോക്കാറില്ല. സോ തിങ്കളാഴ്ച എന്തായാലും അത് TP അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, സോ TP അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇത് TP അടിക്കില്ല എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക,
നമ്മൾ ഇന്നർ ടൈം ഫ്രെയിം, അതായത് സ്റ്റാൻഡേർഡ് ടൈം ഫ്രെയിംസിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മിനിറ്റ് ഉണ്ട്. ഈ 5 മിനിറ്റിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം ഫ്രെയിംസ് ആണ്. ഈ 5 മിനിറ്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെയാണ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു ബ്രേക്ക്, അതായത് ഒരു വിക്ക് പോലെ കണ്ടില്ലേ, അവിടെയും റിജക്ഷൻസ് നടക്കുന്നുണ്ട്. സോ ഇനി ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഉറപ്പായിട്ടും മേളിൽ എത്തിയിരിക്കും. ഓക്കെ, എന്തായാലും തിങ്കളാഴ്ച നാളെ പുലർച്ചെ ആവട്ടെ, പുലർച്ചയിൽ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ AUD USDയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡാണ്. മാർക്കറ്റിൽ ട്രേഡ് ഉണ്ടായിരുന്നു, ട്രേഡ് ഇപ്പം ഇല്ല, ട്രേഡ് കഴിഞ്ഞു, ട്രേഡ് റണ്ണിങ് ആണ്. നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും നമ്മൾ ട്രേഡ് റണ്ണിങ് ആണ്. ഇതിൽ ഒരൊറ്റ കൺസേണേ നമുക്ക് പറയാനുള്ളൂ, ഈ ഒരു വലിയ ക്യാൻഡിലുള്ള FEG ഇതിൽ ഓർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓർഡേഴ്സ് ഫില്ലായിട്ട് അടിയിലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരൊറ്റ കൺസേൺ ആണ് നമുക്കുള്ളത്. ഈ ഒരു FEG ആണ്, ഈ ഒരു വലിയ ക്യാൻഡിലുള്ള FEG ആണ് ഏറ്റവും വലിയ കൺസേൺ. ഓക്കെ, ബാക്കി ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മാർക്കറ്റ് നമുക്ക് തിങ്കളാഴ്ച അറിയാം. മാർക്കറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. വാട്സപ്പിൽ ജോയിൻ ചെയ്യാത്തവർ വാട്സപ്പിൽ ജോയിൻ ചെയ്തോ കേട്ടോ. ഓക്കെ, സോ നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് USD JPY ആണ്. USD JPY നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡാണ്. എങ്ങനെ അപ് ട്രെൻഡായി? സെയിം ഇവിടെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, ഡൗൺ ട്രെൻഡ് വന്നുകൊണ്ടിരുന്നിരുന്ന സ്ട്രക്ചറാണത്. ഡൗൺ ട്രെൻഡിലേക്ക് സ്ട്രക്ചർ ഷിഫ്റ്റായി മാർക്കറ്റ് അപ് ട്രെൻഡായി. ഓക്കെ, അപ് ട്രെൻഡ് ആയപ്പോൾ OB ഇതല്ലേ. സോ OB നമ്മൾ മാർക്ക് ചെയ്യാണ്. OB നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, സോ OB നമ്മൾ മാർക്ക് ചെയ്തു. കണ്ടോ, അത് ബ്രേക്ക് ആയിട്ടില്ല. OB മാർക്ക് ചെയ്ത സ്ഥലത്ത് ബ്രേക്ക് ആയിട്ടില്ല. സോ 1 ടച്ച് ചെയ്തു, 2 ടച്ച് ചെയ്തു, 3 ടച്ച് ചെയ്തു, 4 ടച്ച് ചെയ്തു. ഇനി 5ാമത്തെ ടച്ച് ചെയ്യുമെന്ന് അറിയില്ല. 5ാമത്തെ ടച്ച് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, നമ്മൾ നീട്ടി വരച്ചു കൊടുത്താൽ മതി. സോ ഇവിടെ നമുക്ക് SL എന്ത് ചെയ്തു, ഇതിൻ്റെ അടിയിലാണ് വെച്ച് കൊടുത്തത്. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ 2 പ്രാവശ്യം റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. റീടെസ്റ്റാണ്, റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, അവിടെ എന്തോ ഉണ്ട് റിജക്ഷൻ സംഭവിക്കാനുള്ളതെന്ന്. മേ ബി ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കാം അവിടെ ബ്രേക്ക് സംഭവിക്കാനുള്ള സംഭവം. ഓക്കെ, അവിടെ നിന്ന് എന്തായാലും അപ് ട്രെൻഡായി. ഇനി മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒന്നും ഇല്ല. USD JPYയിൽ സാധാരണ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവാറുണ്ട്. സോ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്തായാലും അപ്സൈഡ് എത്തും. നമ്മൾ 1:2 റേഷ്യോ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. സോ നമ്മൾ ട്രേഡ് ഒന്നും ഇട്ടിട്ടില്ല, നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇതിനെ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ എന്തായാലും വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. വാട്സപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ ജോയിൻ ചെയ്തോ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ. സോ നമുക്ക് നോക്കാം എന്തായാലും അതെന്താണ് സംഭവം, എന്താണ് ഉണ്ടാവാൻ പോണതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ USD JPYയിൽ ട്രെൻഡ് അപ് ട്രെൻഡാണ്. ട്രേഡ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. ഇവിടെ നമുക്ക് കൺസേൺസ് വല്ലതും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസേൺസ് ഒന്നും ഇല്ല, കാരണം ഇവിടെ FEG ഇല്ല. പിന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആക്ട് ചെയ്യാനുള്ള സംഭവം കാണുന്നുണ്ട്. ഇതല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ ബ്ലോക്ക് ആക്ട് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. പക്ഷേ അത് മാർക്കറ്റ് അവിടെ എത്തിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് മാർക്കറ്റ് അവിടെ എത്തട്ടെ. മാർക്കറ്റ് അവിടെ എത്തിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാം. നമ്മളെന്തായാലും ലൈവായിട്ട് മാർക്കറ്റിലുണ്ടാവും. നമ്മളിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഫ്രീ ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് ഞാൻ എന്തായാലും വാട്സപ്പിൽ അറിയിക്കാം. എന്തായാലും ഞാൻ ലൈവിൻ്റെ കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൽ കൺസേൺസ് ഒന്നുമില്ല, അപ് ട്രെൻഡാണ്, ട്രേഡ് ഉണ്ട് കേട്ടോ. സോ USD JPY ആണ്. ഇനി യൂറോ USD ആണ്. യൂറോ USDയിൽ നമുക്ക് ട്രേഡ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ഉണ്ട്. എന്തിങ്ങനെയാണ് ട്രേഡ്? യൂറോ USD അപ് ട്രെൻഡാണ്, കണ്ടിന്യൂസ്ലി അപ് ട്രെൻഡാണ്. യൂറോ USD ക്ലിയർലി വിസിബിൾ ആണ് അപ് ട്രെൻഡും. സോ ഇവിടെ ഒരു FEG ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇനി മാർക്കറ്റ് ഇവിടെ എത്തേണ്ട ഒരു താമസമേ ഉള്ളൂ. ഇവിടെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. സോ മാർക്കറ്റ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഡൗൺ ട്രെൻഡ് ആവുള്ളൂ. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇത് ഡൗൺ ട്രെൻഡ് ആവുള്ളൂ. ഡൗൺ ട്രെൻഡ് ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് ഡൗൺ ട്രെൻഡിൽ ട്രേഡ്സ് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കറൻ്റ് അപ് ട്രെൻഡാണ്, അതുകൊണ്ട് തന്നെ ഈ 2 മാർക്കും വാല്യുബിൾ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് യൂറോ USD ആക്ട് ചെയ്യാൻ പോണത് തിങ്കളാഴ്ച എന്നുള്ളത്. സോ ക്ലിയർലി വിസിബിൾ ആണ്, ഇതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. സോ കറക്റ്റ് ഇനി ഒരു 2 ഗ്യാപ്പിൽ വന്ന് ടച്ച് ചെയ്യേണ്ട താമസം. അതിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ എന്താണ് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ യൂറോ USD ട്രെൻഡ് അപ് ട്രെൻഡാണ്. അതേപോലെ തന്നെ ട്രേഡ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് കുറച്ച് താഴ്ന്നു കഴിഞ്ഞാൽ ട്രേഡ് ഉണ്ട്. കൺസേൺസ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ കൺസേൺസ് ഒന്നുമില്ല, കാരണം അവിടെ FEGയും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, സോ ഇനി അടുത്തത്
GBP/JPY ആണ്. GBP/JPY ഡൗൺ ട്രെൻഡ് ആണ് കേട്ടോ. സോ 4 ഹവറിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് വിസിബിൾ ആണ്. 4 ഹവറിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അവിടെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബ്രേക്കോ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ബ്രേക്കോ സ്ട്രക്ചറും ട്രെൻഡ് ലൈനും ഒക്കെ ഒന്ന് തന്നെയാണ്. സോ അവിടെ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ എത്തിയപ്പോൾ ഒരു വിക്ക് സംഭവിച്ചു. ഇത് ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്തിട്ടുള്ള വിക്കാണോ? അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു FEG ഉണ്ട്. ഈ FEGയിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ വിക്ക് ആവാനാണ് സാധ്യത. സോ തിങ്കളാഴ്ച അറിയുള്ളൂ ഇതിനെന്താണ് സംഭവിക്കുക, എന്താണ് മാർക്കറ്റിൽ ഉണ്ടാവാൻ പോണത് എന്നുള്ളത് തിങ്കളാഴ്ച അറിയുള്ളൂ. നമുക്ക് തിങ്കളാഴ്ച നോക്കാം എന്താണ് മാർക്കറ്റിൽ ഉണ്ടാവാൻ പോണത് എന്നുള്ളത് തിങ്കളാഴ്ച നോക്കാം. സോ തിങ്കളാഴ്ച മാർക്കറ്റിന് ഇതിലും ഗ്യാപ്പും ഗ്യാപ്പ് ഡൗണൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. JPY പെയേഴ്സിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മളിപ്പോൾ തന്നെ ഈ വെള്ളിയാഴ്ചക്ക് ട്രേഡ് എടുത്ത് വെക്കുമ്പോഴുള്ള പ്രശ്നം അതാണ് വരുന്നത്. സോ ഗ്യാപ്പും ഗ്യാപ്പ് ഡൗണൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഈ ഒരു FEG കൂടി മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ഇപ്പോൾ പറയുന്നില്ല, കാരണം ഇപ്പോൾ നമുക്ക് ട്രേഡ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നമുക്കിതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല. നമുക്ക് നോക്കാം, എന്തായാലും ഇതിനെക്കുറിച്ച് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. GBP/JPY കുറിച്ചുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരാഴ്ചയിൽ എന്തായാലും ട്രേഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് എന്തായാലും നല്ലൊരു പോയിൻറ്റ്സിന് തന്നെ ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ അടുത്തത് ഗോൾഡാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും ഈ ഒരു സംഭവത്തിന് തന്നെ ആയിരിക്കും. ഗോൾഡിന് തന്നെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഗോൾഡ് ഏത് ട്രെൻഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ് ട്രെൻഡാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാം അപ്പ് ട്രെൻഡാണ്. സോ ഗോൾഡ് വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗോൾഡ് ഈ ഒരു FEGയിൽ വന്ന് ടാപ്പ് ചെയ്തപ്പോൾ ഗോൾഡ് എന്ത് ചെയ്തു? 2 പ്രാവശ്യം റിജക്റ്റ് ചെയ്തു. 3ാമത്തെ പ്രാവശ്യം മാർക്കറ്റ് മേലെ എത്തി. അടുത്തൊരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നു. റീടെസ്റ്റ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇത് 1 അവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 1 അവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് ക്യാൻഡിലാണ് എന്ത് മാർക്കറ്റിൻ്റെ ഷിഫ്റ്റ് തരുന്നുണ്ടോ നോക്കാൻ നമ്മൾ വരച്ച് വെച്ചതാണ്. സോ ആ ഒരു ഇത് ബ്രേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 ഡേൻ്റെ സ്റ്റാൻഡേർഡ് ടൈം ഫ്രെയിം ആണ് ഏത് 1 അവർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് അപ് ട്രെൻഡ് ആയി മാറിയിട്ടുണ്ട്. മാർക്കറ്റ് മേളിലോട്ട് എത്താനുള്ള സാധ്യത 80% ചാൻസ് ഉണ്ട്. ബാക്കി 20% നമ്മൾ പറയുന്നില്ല, കാരണം ഗോൾഡാണ്. ഗോൾഡ് എന്ത് സംഭവിക്കാം, ഏത് നിമിഷം എന്ത് സംഭവിക്കാം. ഗോൾഡ് ട്രംപ് അണ്ണൻ്റെ കയ്യിലാണ് എല്ലാം. ഓക്കെ, ട്രംപ് അണ്ണൻ എന്ത് വിചാരിക്കുന്നു അതേപോലെ ആയിരിക്കും ഗോൾഡിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഫെഡ് ചെയർമാൻ്റെ കയ്യിലിരിക്കുന്നു. ഫെഡ് റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് വരും. അങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ, സോ ഇവിടെ ഒരു FEG ഉണ്ട്. അതുകൊണ്ട് അത് വാലിഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡ് ആണ്. പക്ഷേ അവിടെ എത്തുമ്പോഴേ നമുക്കത് വാലിഡ് ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. സോ ഗോൾഡിൻ്റെ സംഭവങ്ങളാണ്. ഗോൾഡ് അപ് ട്രെൻഡാണ്. അതേപോലെ തന്നെ ട്രേഡ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ വലിയ പോയിൻറ്റ്സ് ആയിരിക്കും. ഇവിടെ ഒരു 0.01 ഇട്ട് കഴിഞ്ഞാൽ മിനിമം ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ $1500 വേണം. എന്ത് SL തന്നെ വയ്ക്കാൻ $1500 വേണം SL വയ്ക്കാൻ. TP എങ്ങനെ ഒരു $3500-4000 ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഗോൾഡ് അപ് ട്രെൻഡാണ്. ട്രേഡ് ഉണ്ട്, പക്ഷേ അത് വലിയ ലോട്ട്സിലാണ് ട്രേഡ് ഉണ്ടാവുക. വലിയ ലോട്ട്സ് അല്ല, വലിയ സൈസ് ഓഫ് SL ആണ്. അതുകൊണ്ട് ട്രേഡ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം അത്രയും SL വെക്കാനൊന്നും $1500 SL വെക്കാൻ നമ്മൾ അടുത്തൊന്നും പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ ട്രേഡ് ഇവിടെ അവോയ്ഡ് ചെയ്യുകയാണ്. സോ നമുക്ക് ജസ്റ്റ് വാച്ച് ചെയ്ത് പഠിക്കാം, അത്ര തന്നെ. സോ ഗോൾഡ് അവിടെ അത്ര തന്നെ ഉള്ളൂ ഗോൾഡിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനി സിൽവറിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സിൽവർ ഗോൾഡ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതേപോലെ തന്നെ എനിക്ക് സിൽവർ മൂവ് ചെയ്യുക. സിൽവറിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ മൊമെൻറ്റത്തിനനുസരിച്ചായിരിക്കും സിൽവറിൻ്റെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. കണ്ടോ, ഗോൾഡ് താന്നു, ഗോൾഡ് ഇവിടെ കിടന്ന് കളിച്ചു, ഗോൾഡ് അതേപോലെ തന്നെ പോയി, അതേപോലെ തന്നെ സിൽവറും കിടന്ന് കളിക്കുന്നുണ്ട്. സോ സിൽവർ എങ്ങനെയാണോ ഗോൾഡ് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും സിൽവറും ഉണ്ടാവുക. അതുകൊണ്ട് സിൽവറിൽ നമ്മൾ പ്രത്യേകിച്ച് നോക്കുന്നില്ല. പക്ഷേ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവർക്ക് സിൽവർ നല്ലൊരു ഓപ്ഷനാണ്. സിൽവർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സിൽവർ. ഓക്കെ, ഫോൺ പേയിലൊക്കെ സിൽവറിൻ്റെ ഈ നിപ്പോണിൻ്റെയും അതേപോലെ തന്നെ HDFCൻ്റെ SBIൻ്റെ ഒക്കെ ETF ഫണ്ടുകളുണ്ട്. ഓക്കെ, സിൽവറിൻ്റെ ETF ഫണ്ടുകളുണ്ട്. അതിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. HDFCൻ്റെയിലൊക്കെ $100 മുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, $100 മുതൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. സോ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. $100 ഒരു മാസം SIP ആയിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ
സോ മാസം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇത്ര തന്നെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും മനസ്സിലായി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം. അതിനൊരു മടിയും ചോദിക്കണ്ട കേട്ടോ. സോ ഗ്രൂപ്പിലും പലരും മടിച്ച് നിൽക്കുന്നുണ്ട്, ആകെ കുറച്ച് പേരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളൂ. സോ എല്ലാവരും ട്രേഡ് എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പലരും ഓപ്പണപ്പായിട്ട് പറയുന്നില്ല. സോ മടിയൊന്നും വേണ്ട, കാരണം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക തന്നെ വേണം. നിങ്ങൾ മടിച്ചിരുന്ന് കഴിഞ്ഞാൽ മടിച്ചിരിക്കത്തേ ഉള്ളൂ. സോ എനിക്കറിയില്ല ആരൊക്കെയാണ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുന്നത്. എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് ചോദിച്ചാലും മതി, ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാൻ അറിയാത്ത ഞാൻ പേഴ്സണലി മെസ്സേജ് റിപ്ലൈ കൊടുക്കലുണ്ട്. ഓക്കെ, സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ ബൈ.